നമ്മുടെ ഈ ലോകത്ത് ഇന്ന് 7.8 ബില്യൺ ആൾക്കാരുണ്ട്. അതിൽ വാക്സിൻ ലഭിച്ചത് വെറും 650 മില്യൺ ആൾക്കാർക്ക് മാത്രം. വാക്സിൻ ലഭിച്ച ഭൂരിപക്ഷം ആൾക്കാരും US, UK, കാനഡ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. കോവിഡ് വാക്സിൻസ് ലോകത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിയാൽ മാത്രമേ ഈ മഹാമാരിയെ നമുക്ക് തോൽപ്പിക്കാനാവൂ. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് വാക്സിൻസ് ഭൂരിപക്ഷ ഭാഗവും വെറും സമ്പന്ന രാജ്യങ്ങൾക്ക് കിട്ടുന്നത്? മെയ് 2020 US ഗവൺമെൻറ് ഒരു ഡീൽ ഉറപ്പിച്ചു. $1.2 ബില്യൺ ആസ്ട്രസെനക്ക എന്ന ബ്രിട്ടീഷ് ഡ്രഗ് കമ്പനിക്ക് US ഗവൺമെൻറ് നൽകി. പകരം സേഫ്റ്റി ട്രയൽസ് എല്ലാം പാസ്സാകുന്ന ഒരു വാക്സിൻ കണ്ടുപിടിച്ചാൽ 300 മില്യൺ ഡോസസ് അമേരിക്കയ്ക്ക് ഈ കമ്പനി ഉറപ്പു നൽകി. ഏകദേശം ഇതേപോലത്തെ തന്നെ ഒരു ഡീൽ അതേ മാസം തന്നെ യുണൈറ്റഡ് കിങ്ഡവും അതേ കമ്പനിയുമായി ഉറപ്പിച്ചിരുന്നു. ഇതേപോലെ ഗവൺമെൻറ്റുകൾ ഡയറക്റ്റ്ലി കമ്പനികളുമായി ഉറപ്പിക്കുന്ന ഡീൽസിനെ ബൈലാറ്ററൽ ഡീൽസ് എന്നാണ് പറയുന്നത്. 2020 ഇതേപോലത്തെ കുറേ ഡീൽസ് സമ്പന്ന രാജ്യങ്ങൾ വാക്സിൻ കമ്പനികളുമായി ഉറപ്പിച്ചു. അങ്ങനെ 2020 കോടിക്കണക്കിന് ഡോളറുകൾ വാക്സിൻ റിസർച്ചിന് വേണ്ടി സമ്പന്ന രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു. ഈ കോടികളുടെ കാരണം റെക്കോർഡ് ടൈമിലാണ് കമ്പനികൾ ഒരു വാക്സിൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഈ വാക്സിനുകൾ എങ്ങോട്ടൊക്കെ പോകും എന്നും ആ കോടികൾ തീരുമാനിച്ചു. കാരണം നേരത്തെ തന്നെ വാക്സിൻ കമ്പനികളുമായി ഡീലുകൾ ഉറപ്പിച്ചതു കാരണം വാക്സിൻ കിട്ടാനുള്ള ലൈനിൽ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ മുന്നിലെത്തിത്തീർന്നു. എന്നാൽ ഈ വാക്സിനുകൾ സേഫ്റ്റി ട്രയൽസ് പാസ്സാകുമെന്ന് ഒരു ഗ്യാരണ്ടിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാക്സിൻ സേഫ്റ്റി ട്രയൽസ് ഫെയിലായാൽ $1 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം വേസ്റ്റ് ആവും. അത് കാരണം റിസ്ക് കുറക്കാൻ വേണ്ടി സമ്പന്ന രാജ്യങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒപ്പം തന്നെ കുറേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ രാജ്യത്തുള്ള ആൾക്കാരായിട്ടും കൂടുതൽ വാക്സിൻസ് ഇവരെ കയ്യിൽ എത്തിത്തീരുന്നു. ഈ വർഷം മാർച്ചിലെ കണക്കുകൾ അനുസരിച്ച് 316 മില്യൺ ഡോസസ് ആണ് ഈ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളത്. രാജ്യത്തെ ഓരോ ആൾക്കും 8 വാക്സിൻ വെച്ച് കൊടുക്കാനുള്ള അത്രക്ക് വാക്സിൻസ് ഇവരുടെ കയ്യിലുണ്ട്. US ടോട്ടൽ പോപ്പുലേഷൻ അഥവാ ടോട്ടൽ ജനസംഖ്യയുടെ 4 ഇരട്ടി വാക്സിൻസ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട്. മിക്ക രാജ്യങ്ങൾക്കും തുടക്കത്തിൽ തന്നെ ഇത്ര റിസ്ക്കുള്ള കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യാൻ കഴിയില്ല. അത് കാരണം സേഫ്റ്റി ട്രയൽസ് എല്ലാം പാസ്സാകുന്ന ഒരു വാക്സിൻ ഡെവലപ്പ് ആവാൻ അവർ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേനും അവരൊരു വലിയ ലൈനിൽ പിന്നിൽ പോയി നിൽക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പെറു എന്ന രാജ്യം ആസ്ട്രസെനക്കയുമായി ഒരു ബൈലാറ്ററൽ ഡീൽ ഉറപ്പിച്ചിരുന്നു. പക്ഷേ ഓർഡർ ചെയ്യാൻ വൈകിയതു കാരണം അടുത്ത വർഷമേ ഈ രാജ്യം വാക്സിൻസ് കാണുകയുള്ളൂ. ലോകത്തിലെ ലീഡിംഗ് വാക്സിനുകൾ 2 ഫൈസർ ബയോഎൻടെക് വാക്സിനും മൊഡേണ വാക്സിനും. 2020 അഥവാ ഈ വർഷം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന 96% ഫൈസർ വാക്സിനുകളും ഓൾറെഡി വിറ്റു കഴിഞ്ഞിരിക്കുന്നു. മൊഡേണ വാക്സിനുകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ 100% ഓൾറെഡി സമ്പന്ന രാജ്യങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഈ രാജ്യങ്ങളിൽ വെറും 16% മനുഷ്യർ മാത്രമേ ജീവിക്കുന്നുള്ളൂ. പക്ഷേ ലോകത്തിലെ വാക്സിനുകളുടെ പകുതി സ്റ്റോക്കും ഇവരുടെ കയ്യിലാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ കാശുള്ള രാജ്യങ്ങൾക്ക് വാക്സിൻ കിട്ടി, കാശില്ലാത്ത രാജ്യങ്ങൾക്ക് കിട്ടിയുമില്ല. ബ്രസീൽ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ കൊറോണ വ്യാപനം രൂക്ഷമാവുകയും മതിയായ വാക്സിനുകൾ ഇല്ലാത്ത കാരണം ബുദ്ധിമുട്ടുകയും ചെയ്യുമ്പോൾ ആവശ്യത്തേക്കാൾ കൂടുതൽ വാക്സിനുകൾ US, കാനഡ പോലെയുള്ള സമ്പന്ന രാജ്യങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കാരണമാണ് ഈ COVID-19 പാൻഡമിക് 1.5 വർഷമായിട്ടും നിലനിൽക്കുന്നത്. വാക്സിനുകൾ എല്ലായിടത്തും എത്തിക്കാതെ ഈ അസുഖത്തിനെ പരക്കാൻ സമ്മതിക്കുകയും അങ്ങനെ ഈ പാൻഡമിക് നീട്ടിക്കൊണ്ടുപോവുകയുമാണ് സമ്പന്ന രാജ്യങ്ങൾ ചെയ്യുന്നത്. ഈ പാൻഡമിക് എത്ര കാലമാണോ നീണ്ടു നിൽക്കുന്നത് അത്രത്തോളം വകഭേദങ്ങളെ നമ്മൾ നേരിടേണ്ടി വരും. വാക്സിൻ കൊടുത്ത് രക്ഷിക്കാമായിരുന്ന ജീവനുകൾ മരിച്ചു വീഴുന്നതാണ് പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത്. ഒന്ന് നോക്കുമ്പോൾ വാക്സിൻസ് കണ്ടുപിടിക്കാൻ സഹായിച്ച അതേ ഡീലുകൾ കാരണമാണ് ഈ വാക്സിനുകൾ ലോകത്ത് എല്ലായിടത്തേക്കും എത്താത്തത്. കോവാക്സ് എന്ന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പദ്ധതി ഏറെക്കുറെ രാജ്യങ്ങളിലേക്ക് വാക്സിൻ എത്തിച്ചിട്ടുണ്ടെങ്കിലും നഴ്സസ്, ഡോക്ടേഴ്സ് പോലെയുള്ള ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിന് പോലും ഇത് തികയുന്നില്ല. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ US-ൽ 200 മില്യണേക്കാൾ വാക്സിൻസ് ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉപയോഗിക്കാൻ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടാതെ 300 മില്യൺ ആസ്ട്രസെനക്ക വാക്സിനുകളും അമേരിക്കയുടെ കയ്യിൽ വെറുതെ ഇരിക്കുന്നുണ്ട്.
ഇതെല്ലാം മാറ്റുന്നതിന് വേണ്ടി ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങൾ ഒരു ടെമ്പററി പേറ്റന്റ് വെയ്വർ അഥവാ താൽക്കാലികമായി പേറ്റന്റുകളെ ഒഴിവാക്കാൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പേറ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ വാക്സിൻ പേറ്റന്റ് ചെയ്താൽ പിന്നെ വേറെ ഒരാൾക്കും അല്ലെങ്കിൽ വേറൊരു കമ്പനിക്കും ആ വാക്സിൻ ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. എല്ലാ രാജ്യങ്ങൾക്കും അവരവരുടെ വാക്സിൻ കണ്ടുപിടിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു പേറ്റന്റ് വെയ്വർ നടന്നാൽ അഥവാ പേറ്റന്റുകളെയൊക്കെ ഒഴിവാക്കിയാൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ കമ്പനികളുടെ വാക്സിൻ്റെ ഫോർമുല ഉപയോഗിച്ച് വാക്സിൻ ഉണ്ടാക്കാം. ചുരുക്കി പറഞ്ഞാൽ വാക്സിൻസ് കണ്ടുപിടിച്ച കമ്പനികൾ മറ്റു കമ്പനികൾക്കും ആ വാക്സിൻ ഉണ്ടാക്കാനുള്ള അവകാശം നിയമപരമായി നൽകി വാക്സിൻ പ്രൊഡക്ഷൻ കൂട്ടാനാണ് പേറ്റന്റ് വെയ്വറിൻ്റെ ലക്ഷ്യം. ഏറ്റവും പെട്ടെന്ന് കൊറോണയെ തോൽപ്പിക്കാനുള്ള വഴി ഇതാണ് എന്നാണ് സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ പറയുന്നത്. പക്ഷേ UK, US, യൂറോപ്യൻ യൂണിയൻ എല്ലാം നിലവിൽ ഒരു പേറ്റന്റ് വെയ്വർ അഥവാ പേറ്റന്റുകളെ ഒഴിവാക്കുന്നതിനെതിരെയാണ്. വാക്സിൻസ് കണ്ടുപിടിച്ച കമ്പനികളും ഇതിനെതിരെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പേറ്റന്റുകളെ ഒഴിവാക്കാൻ സമ്മതിക്കാത്തത്? കാശിന് പിന്നാലെ ഓടി ഈ കോവിഡ് കാലത്തെ നീട്ടിക്കൊണ്ടുകയാണോ ഇവർ ചെയ്യുന്നത്? ലോകത്തിൽ നിർമ്മിക്കുന്ന 90% വാക്സിനുകളും വെറും 5 കമ്പനികളാണ് ഉൽപ്പാദിക്കുന്നത്. 2021 അവസാനിക്കുന്നതോടെ വാക്സിൻ പ്രൊഡക്ഷൻ 2-3 മടങ്ങ് ഉയർത്തും എന്നാണ് ഈ കമ്പനികൾ പറയുന്നത്. പക്ഷേ വാക്സിൻ പ്രൊഡക്ഷൻ ഇപ്പോൾ തന്നെ ഉയർത്തണം എന്നാണ് പേറ്റന്റുകളെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് ഓരോ സമയവും പുതിയ വകഭേദങ്ങൾ ഉണ്ടാകുന്ന ഈ സമയത്ത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പേറ്റന്റുകളെക്കുറിച്ച് ആലോചിക്കാൻ തന്നെ പാടില്ല എന്നാണ് ഈ രാജ്യങ്ങൾ പറയുന്നത്. മറിച്ച് വാക്സിൻ നിർമ്മിക്കാനുള്ള ഫോർമുല എല്ലാ രാജ്യങ്ങൾക്കും കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ലോകത്തെ എല്ലായിടത്തും വാക്സിനുകൾ എത്താൻ 2024 ആകും എന്നാണ് കണക്കുകൾ പറയുന്നത്. കൂടുതൽ രാജ്യങ്ങളിൽ വാക്സിൻ പ്രൊഡക്ഷൻ തുടങ്ങിയാൽ വാക്സിൻ്റെ വില കുറയുകയും അങ്ങനെ കൂടുതൽ ആൾക്കാരിലേക്ക് അത് എത്തുകയും ചെയ്യും എന്ന് പേറ്റന്റ് വെയ്വർ ആവശ്യപ്പെടുന്ന രാജ്യങ്ങൾ വാദിക്കുന്നു. പക്ഷേ വാക്സിൻ്റെ വില കുറയുന്നതല്ലല്ലോ വാക്സിൻ കമ്പനികളും സമ്പന്ന രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പേറ്റന്റുകൾ ഒഴിവാക്കുന്നതിനെതിരെയുള്ള എതിർപ്പ് ഇതുവരെ കുറഞ്ഞിട്ടില്ല. EU, UK, ജപ്പാൻ, ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങളാണ് കൂടുതലും ഇതിനെ എതിർക്കുന്നത്. പേറ്റന്റുകൾ ഒഴിവാക്കുന്നതിൻ്റെ ഒരാവശ്യവുമില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവരുടെ വാദം വാക്സിൻ കമ്പനികൾ കാശ് ഉണ്ടാക്കട്ടെ എന്നു തന്നെയാണ്. വാക്സിൻ കണ്ടുപിടിച്ച കമ്പനികൾക്ക് വലിയ ലാഭങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ ആരും താല്പര്യപ്പെടില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സും കമ്പനികളും മരുന്ന് കണ്ടുപിടിക്കാനുള്ള റിസർച്ചിൽ കാശ് ചെലവഴിക്കുന്നത് കൂടുതൽ കാശ് തിരിച്ച് കിട്ടാനാണല്ലോ എന്നാണ് ഒരു കണക്കിൽ ഇവർ പറഞ്ഞു വരുന്നത്. വേറെ ഒരു വാദം എന്തെന്ന് വെച്ചാൽ ലോകം ഓൾറെഡി ഇപ്പോൾ മാക്സിമം സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പേറ്റന്റുകൾ ഒഴിവാക്കിയാലും അത് പ്രൊഡക്ഷൻ കൂട്ടാൻ പോകുന്നില്ല എന്നതാണ്. പക്ഷേ ബംഗ്ലാദേശ് പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ അടുത്ത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ അത് പേറ്റന്റ് നിയമങ്ങൾ കാരണം ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ COVID-19 ടെക്നോളജി ആക്സസ് പൂൾ അല്ലെങ്കിൽ CTAP എന്നൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. വാക്സിൻ ടെക്നോളജിയും വാക്സിൻ ഉണ്ടാക്കാനുള്ള ഫോർമുലയുമെല്ലാം വാക്സിൻ കണ്ടുപിടിച്ച കമ്പനികൾക്ക് ലോകവുമായി പങ്കിടാനുള്ള ഒരു സംവിധാനമാണിത്. പക്ഷേ ഇതുവരെ ഒരു കമ്പനിയും അതിൽ ചേർന്നിട്ടില്ല എന്നത് സങ്കടകരമാണ്. ഈ കമ്പനികളും രാജ്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ ലോകത്തുള്ള എല്ലാവരും സുരക്ഷിതരാവുന്നതുവരെ ഒരാളും സുരക്ഷിതനല്ല.